ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 29. അമൃതാഹരണവും അസുരനിഗ്രഹവും. വൃത്തം വസന്തതിലകം. ശ്ലോകം 1. ഉദ്ഗച്ഛതസ്തവ കരാദമൃതം കരൽസു ദൈത്യേഷു താനശരണാനനുനീയ ദേവാൻ സദ്യത്തിരോധതി തദേവ ഭവത്പ്രഭാവാദ് ഉദ്യത്സുയൂധ്യ കലകാദിതി ചാബഭൂവുകു. ഒരിക്കൽ കൂടി. ഉദ്ഗച്ഛതസ്തവ കരാദമൃതം കരൽസു ദൈത്യേഷു താനശരണാനനുനീയ ദേവാൻ സദ്യതിരോധതി തദേവ ഭവത്പ്രഭാവാദ് ഉദ്യത്സുയൂധ്യ കലകാദിതി ചാബഭൂവുകു. അമൃതകലശവുമായി ക്ഷീരസാഗരത്തിൽ നിന്ന് പൊങ്ങിവരുന്ന ഉയർന്നുവരുന്ന ധന്വന്തരമൂർത്തിയായ സാക്ഷാൽ മഹാവിഷ്ണുവിനെ കണ്ട് അമൃതകുംഭം കൈക്കലാക്കാനുള്ള അസുരശ്രമവും അതിനെ തടയാൻ ഭഗവാന്റെ കൗശലവും ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നു. ഭാഗവതം 8ാം സ്കന്ധം 12ാം അധ്യായം അനുസ്മരിക്കുക. ഉദ്ഗച്ഛത, ഉദ്ഗമനം ചെയ്യുന്ന, പൊങ്ങിവരുന്ന, ഉയർന്നു വരുന്ന. തവ കരാത്, അങ്ങയുടെ ധന്വന്തരമൂർത്തിയുടെ കൈകളിൽ നിന്ന്. അമൃതം ഹരത്സു ദൈത്യേഷു, അമൃതത്തെ അസുരന്മാർ തട്ടിക്കൊണ്ടുപോയപ്പോൾ. താൻ അശരണാൻ അനുനീയദേവാൻ, അവിടുന്ന് മറ്റാരും ശരണമില്ലാത്തവരായ ദേവന്മാരെ അനുനയിപ്പിച്ച് ആശ്വസിപ്പിച്ച് സദ്യ തിരോധത് ഇധ, പെട്ടെന്ന് ഭഗവാൻ അപ്രത്യക്ഷനായി. ദേവ ഭഗവത് പ്രഭാവാത്, ഹേ ഭഗവാനെ അങ്ങയുടെ പ്രഭാവത്താൽ. ഉദ്യത് സ്വയൂദ്ധകലഹ, കൂട്ടത്തിൽ നിന്ന് തന്നെ കലഹം ഉണ്ടാക്കുന്നവനായി. ദിതിജ ബഭൂവു, ദിതികുലത്തിൽ ജനിച്ച അസുരന്മാർ ഭവിച്ചു. ശ്ലോകാർത്ഥം. പാലാഴിയിൽ നിന്ന് അമൃതകലശവുമായി ഉയർന്നു വന്ന ഭഗവാനായ സാക്ഷാൽ ശ്രീഹരി തന്നെയായ അങ്ങയുടെ കയ്യിൽ നിന്ന് അമൃതത്തെ അസുരന്മാർ തട്ടിയെടുക്കവേ മറ്റാരും ശരണമില്ലാത്ത ആ ദേവന്മാരെ സാന്ത്വനിപ്പിച്ച് ഉടനെ അങ്ങ് അപ്രത്യക്ഷനായി. ഹേ ഭഗവാനെ, അങ്ങയുടെ പ്രഭാവത്താൽ ആ അസുരന്മാർ സ്വന്തം സമൂഹത്തിനിടയിലും കലഹം ഉണ്ടായവരായി ഭവിച്ചു. ധന്വന്തരമൂർത്തി സാക്ഷാൽ സാത്വിക ഗുണത്തിൻ്റെ പ്രതീകമാണ്. ആ സദ്ഗുണമൂർത്തി ദാനവരോട് എതിർക്കാൻ ശ്രമിച്ചില്ല. ദേവന്മാരാണെങ്കിലോ മുനിശാപം മൂലം ദുർബലരുമായിരുന്നു. അവർക്ക് അതിനെ അസുരന്മാരെ തടയാൻ ആയില്ല. അതിനാലാണ് അസുരന്മാർക്ക് അമൃതകലശം അപഹരിക്കാൻ കഴിഞ്ഞത്. അത് സ്വായത്തമാക്കിയപ്പോൾ തങ്ങളിൽ തന്നെ ആരാണ് ആദ്യം അമൃതം പാനം ചെയ്യേണ്ടത് എന്ന് അവർ കലഹിച്ചു. ഈ കലഹവാസന ഭഗവാന്റെ തന്നെ ഒരു ഇംഗിതമായിരുന്നു. ശ്ലോകം 2. ശ്യാമാം രുജാഭിവയസാഭി തനും തദാനീം പ്രാപ്തോസി തുംഗകുജമണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലകം പരിമുച്യ സർവേ തൃഷ്ണാകുലാ പ്രതിയയൂ ത്വദുരോജകുംഭേ. ശ്യാമാം രുജാഭിവയസാഭി തനും തദാനീം പ്രാപ്തോസി തുംഗകുജമണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലകം പരിമുച്യ സർവേ
തൃഷ്ണാകുലാ പ്രതിയയു ത്വദുരോജകുംഭേ. ശ്യാമാം ശ്യാമളയായ മനോഹരിയായ, രുച അഭി കാന്തി കൊണ്ടും, വയസാ അഭി വയസ്സുകൊണ്ടും പ്രായം കൊണ്ടും, തനും ദധാനീം ശരീരയായി അപ്പോൾ ആ സമയത്ത്, ദധാനീം എന്ന് പറഞ്ഞാൽ ആ സമയത്ത്, പ്രാപ്ത അസി പ്രാപ്തോസി പ്രാപിച്ചവനായി കൈക്കൊണ്ടവനായി, തുങ്ക കുജമണ്ഡല ഉയർന്നു തടിച്ച സ്തനമണ്ഡലത്തിന്റെ, ബംഗുരാം ത്വാം ഭാരം മൂലം അങ്ങ്, പീയൂഷകുംഭകലഹം അമൃതകുംഭത്തിനായുള്ള കലഹത്തെ, പരിമുച്യ തീരെ ഉപേക്ഷിച്ച്, സർവേ എല്ലാവരും, തൃഷ്ണാകുല തൃഷ്ണയ്ക്ക് വേണ്ടി ദർശനത്തിന് വേണ്ടി തൃഷ്ണാകുലരായി, പ്രതിയയു നേരിൽ വന്നു, സ്ത്വത് ഉരോചകുംഭേ അങ്ങയുടെ സ്തനകുംഭങ്ങളിൽ. ശ്ലോകാർത്ഥം. അപ്പോൾ ആ സമയത്ത് മനോജ്ഞകാന്തി കൊണ്ടും പ്രായം കൊണ്ടും ശ്യാമയായി ഉത്തുംഗ സ്തനമണ്ഡലത്തിന്റെ ഭാരത്താൽ എന്ന പോലെ അകത്തോട്ട് കുനിഞ്ഞ് മനോജ്ഞമായ ശരീരത്തെ അങ്ങ് കൈക്കൊണ്ടു. എല്ലാ അസുരന്മാരും അപ്പോൾ അമൃതകലശത്തെ ചൊല്ലിയുള്ള തങ്ങളുടെ കലഹത്തെ തീരെ ഉപേക്ഷിച്ച് അങ്ങയുടെ സ്വരൂപത്തിലെ സ്തനകുംഭങ്ങളിൽ മാത്രം തൃഷ്ണാകുലരായി നേരിട്ടു വന്നു. അമൃതകലശം വഹിച്ചുയർന്ന ഭഗവാൻ അമൃത അപഹരിക്കപ്പെട്ടപ്പോൾ അപ്രത്യക്ഷനായി. പിന്നെ അതിമോഹിനിയായി യൗവനയുക്തയായി ഉദ്ധൃതമായ കുംഭ മണ്ഡലങ്ങളോടെ ശ്യാമാഭ പൊഴിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. ആ അസുരന്മാർ അതോടെ അമൃതകലശത്തെ വിസ്മരിച്ച് ആ മോഹനരൂപത്തിന്റെ ഉത്തുംഗ സ്തനമണ്ഡലങ്ങളിൽ മാത്രം തൃഷ്ണാകുലരായി തീർന്നു. ശ്ലോകം 3. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിതി ആരൂഢരാഗവിവശാനഭിയാചതോമൂൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാ ഇത്യാലപൻ അഭിസു വിശ്വസിതാനതാനീഹി. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിതി ആരൂഢരാഗവിവശാനഭിയാചതോമൂൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാ ഇത്യാലപൻ അഭിസു വിശ്വസിതാനതാനീഹി. കാത്വം നീ ആരാണ്? മൃഗാക്ഷി ഹേ മാൻമിഴിയാളെ, വിഭജസ്വ സുധാം ഇമാം ഇതി ഈ അമൃതത്തെ വിഭജിക്കുക എന്നിങ്ങനെ, ആരൂഢരാഗവിവശാൻ അനുരാഗം ആരൂഢമായതിനാൽ വിവശരായിട്ട്, അഭിയാചത അമൂൻ യാചിക്കുന്ന അവരോട്, ആ ദൈത്യന്മാരോട്, വിശ്വസ്യതേ മയി കഥം എന്നെ എങ്ങനെ വിശ്വസിക്കുന്നു? നിങ്ങളെങ്ങനെ വിശ്വസിക്കും? കുലടാസ്മി ഞാൻ കുലടയാകുന്നു. ദൈത്യ ഹേ ദൈത്യന്മാരെ. ഇത്യാലപൻ അഭി ഇതി ആലപൻ അഭി ഇങ്ങനെ ആലപിക്കുന്നവനാണെങ്കിലും പറയപ്പെടുന്നവനാണെങ്കിലും സുവിശ്വസിതാൻ അദാനി നല്ലവണ്ണം വിശ്വസിക്കുന്നവരാക്കി തീർത്തു. ശ്ലോകാർത്ഥം. ഹേ മാൻമിഴിയാളെ, നീ ആരാണ്? ഈ അമൃതത്തെ ഞങ്ങൾക്ക് വിളമ്പിത്തന്നാലും എന്നിപ്രകാരം യാചിക്കുന്നവരും ആരൂഢരാഗത്താൽ വിവശരുമായ ആ
ദൈത്യന്മാരോട്, ഹേ ദൈത്യരെ, എന്നെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഞാൻ ഒരു കുലടയാണല്ലോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് നല്ലവണ്ണം വിശ്വാസമുള്ളവരാക്കി തീർത്തു. ആ വിശ്വമോഹിനിയുടെ അഴകിലും പ്രത്യംഗലാവണ്യത്തിലും മതിമറന്ന ആ ദൈത്യന്മാർ ആ തരുണി തന്നെ അമൃതം പങ്കുവെച്ച് തങ്ങൾക്ക് നൽകണമെന്ന് യാചിച്ചു. താൻ ഒരു കുലടയാണ്, എന്നെ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും എന്നിങ്ങനെയുള്ള വാക്സാമർത്ഥ്യങ്ങൾ അവരെ കൂടുതൽ ആ മനോജ്ഞാംഗിയിൽ വിശ്വാസമുള്ളവരാക്കി തീർത്തു. ശ്ലോകം 4. മോദാത് സുധാകലശമേഷു ദദൽസു സാത്വം ദുശ്ചേഷ്ടിതം മമ സഖധ്വമിതി ബ്രുവാണ പങ്ക്തിപ്രഭേദവിനിവേശിതദേവദൈത്യാ ലീലാവിലാസഗതിഭിः സമതാ സുധാം താം. മോദാത് സുധാകലശമേഷു ദദൽസു സാത്വം ദുശ്ചേഷ്ടിതം മമ സഖധ്വമിതി ബ്രുവാണ പങ്ക്തിപ്രഭേദവിനിവേശിതദേവദൈത്യാ ലീലാവിലാസഗതിഭിः സമതാ സുധാം താം. മോദാത്, മോദത്തോടെ, സന്തോഷത്തോടെ. സുധാകലശമേഷു, അമൃതകലശം അവർ, ആ ദൈത്യന്മാർ, ദദൽസു ദാനം ചെയ്യവേ, അവൾക്ക് കൊടുക്കവേ, സാ ത്വം, അവിടുന്ന്, മോഹിനിയായ ഭഗവാൻ, ദുശ്ചേഷ്ടിതം മമ, എൻ്റെ ഈ ദുഷ്പ്രവൃത്തിയെ, സഹധ്വം ഇതി ബ്രുവാണ, നിങ്ങൾ സഹിക്കണമേ എന്ന് പറഞ്ഞ്, ഭക്തിപ്രഭേദ, പന്തി തിരിച്ച്, വിനിവേശിത ദേവദൈത്യ, വിനിവേശിക്കപ്പെട്ട ദേവന്മാരെയും ദൈത്യന്മാരെയും, ലീലാവിലാസഗതിഭി, ആടിക്കുഴഞ്ഞ അതിവിശേഷങ്ങളോടെ, ഗതിവിശേഷങ്ങളോടെ, സമധ സുധാ താം, ആ അമൃതനെ അവർക്ക് വിളമ്പി. ശ്ലോകാർത്ഥം. ആ അസുരന്മാർ സന്തോഷത്തോടുകൂടി അമൃതകുംഭത്തെ അവൾക്ക് കൊടുക്കവേ, ആ മോഹിനി രൂപം ധരിച്ച ശ്രീഹരി, എൻ്റെ ദുഷ്പ്രവൃത്തിയെ നിങ്ങൾ സഹിക്കണമേ എന്നിങ്ങനെ പറഞ്ഞ് ദേവദൈത്യന്മാരെ 2 പന്തികളിലായി ഇനം തിരിച്ചിരുത്തി. ആടിക്കുഴഞ്ഞ വിലാസഗതിയോടുകൂടി മദാലസയായി തന്നെ അമൃത് പ്രദാനം ചെയ്യാനും തുടങ്ങി. ശ്ലോകം 5. അസ്മാസ്വിയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വധ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സ്വർഭാനുമർദ്ധപരിപീതസുധം യലാവേഹി. ഒരിക്കൽ കൂടി. അസ്മാസ്വിയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വധ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സ്വർഭാനുമർദ്ധപരിപീതസുധം യലാവേഹി. അസ്മാസു ഇയം, അസ്മാസ്വിയം, നമ്മളിൽ ഇവൾ, പ്രണയനി ഇതി, പ്രണയമുള്ളവളാണ് എന്നിങ്ങനെ കരുതി, അസുരേഷു തേഷു, ആ അസുരന്മാർ, ജോഷം സ്ഥിതേഷു, ജോഷസ്ഥിതരായപ്പോൾ, മിണ്ടാതിരുന്നപ്പോൾ, അത പിന്നെ, സമാപ്യ സുധാം സുരേഷു, സുതയെ സുരന്മാർക്കായി മാത്രം വിളമ്പി സമാപിപ്പിച്ചിട്ട്, അമൃത്
ദേവന്മാർക്കായി മാത്രം കൊടുത്ത് അവസാനിപ്പിച്ച് ത്വം ഭക്തലോകവശഘോ ഭക്ത ജനങ്ങൾക്ക് മാത്രം വശകനായ അങ്ങ് നിജ രൂപം ഏത്തിയ സ്വരൂപം കൈക്കൊണ്ട് സ്വർബാനും രാഹുവിനെ അർദ്ധ പരിപീത സുതം അമൃത് പാതിപാനം ചെയ്ത വെലാവി ഛേദിച്ചു കളഞ്ഞു. ശ്ലോകാർത്ഥം. ഇവൾ നമ്മളിൽ പ്രിയമുള്ളവളാകുന്നു എന്ന് കരുതി ആ അസുരന്മാർ മിണ്ടാതിരുന്നപ്പോൾ ഭക്തന്മാർക്ക് മാത്രം വശകനായ ഹേ ഭഗവാനെ, അങ്ങ് അമൃത് ദേവന്മാർക്ക് മാത്രം നൽകി അവസാനിപ്പിച്ചു. പിന്നെ യഥാർത്ഥമായ സ്വരൂപം കൈക്കൊണ്ട് അമൃത് പാതി മാത്രം പാനം ചെയ്ത രാഹുവിനെ ഛേദിച്ചു കളഞ്ഞു. എങ്ങനെയും അമൃത് പാനം ചെയ്യണമെന്നുള്ള ആഗ്രഹത്താൽ ദേവവേഷം ധരിച്ച് സ്വർഗത്ത് ശോഭിച്ചവനാണ് ദാനവനായ രാഹു എന്ന സ്വർഭാനു. ഭഗവാൻ മോഹിനിയായി ദേവന്മാരുടെ പന്തിയിൽ ദേവന്മാർക്ക് മാത്രം അമൃത് വിഭജിച്ച് നൽകുന്നതിനിടയിൽ സൂര്യചന്ദ്രന്മാർക്ക് ഇടയിൽ വേഷം മാറി രാഹു എന്ന കൗശലദൈത്യൻ സ്ഥാനം പിടിച്ചു. അവൻ അമൃത പാനം ചെയ്യുന്നത് സൂര്യചന്ദ്രന്മാർ പുരികങ്ങളുടെ ചലനത്താൽ ഭഗവാനെ അറിയിച്ചു. ഭഗവാൻ ഉടനെ തന്നെ തന്റെ ചക്രത്താൽ അവന്റെ ശിരസിനെ മുറിച്ചു മാറ്റി. അമൃത് ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ലാത്തതിനാൽ ശരീരഭാഗം താഴെ വീണു നശിച്ചു. അമൃതപ്രഭാവം തീരെ വേർപിരിയാത്ത അവന്റെ ശിരസിനെ ഭഗവാൻ ഒരു ഗ്രഹമായി കൽപ്പിച്ചു. അങ്ങനെ ആകാശത്ത് രാഹു ഒരു ഗ്രഹമായി മാറി. അമൃത് പാനം ചെയ്യുമ്പോൾ സൂര്യചന്ദ്രന്മാർ ഭഗവാനോട് സ്വപ്ന കാണിച്ചതിനാൽ രാഹു സൂര്യചന്ദ്രന്മാരുടെ ഒരു ശത്രുഗ്രഹമാകുന്നു. ശ്ലോകം 6. त्वत्तसुधाकरणयोग्यफलं परेषु दत्त्वागदे त्वयि सुरै खलु ते व्यगृह्णन् घोरेदमूर्च्छतिरणे बलिदैत्यमाया व्यामोहिते सुरगणे त्वमिकाविरासीः. ഒരിക്കൽ കൂടി. त्वत्तसुधाकरणयोग्यफलं परेषु दत्त्वागदे त्वयि सुरै खलु ते व्यगृह्णन् घोरेदमूर्च्छतिरणे बलिदैत्यमाया व्यामोहिते सुरगणे त्वमिकाविरासीः. തത്ത ത്വത് ത അങ്ങയിൽ നിന്ന് ഭഗവാനിൽ നിന്ന് സുധാഹരണ യോഗ്യഫലം അമൃതിനെ അപഹരിച്ചതിൻ്റെ തക്ക ഫലം പരേഷു ദത്വ ശത്രുക്കൾക്ക് നൽകിയിട്ട് ഗതേ ത്വയി അവിടുന്ന് പോയപ്പോൾ സുരൈ ഗലുദേ വിഗ്രഹൻ അവർ ദേവന്മാരോട് യുദ്ധം ചെയ്തു അത്രേ. ഘോരേ അധ മൂർച്ഛതിരണേ ഘോരയുദ്ധം മൂർച്ഛിക്കവേ ബലി ദൈത്യനായ ബലിയുടെ മായയാൾ വ്യാമോഹിതേ സുരഗണ ദേവന്മാർ വ്യാമോഹിക്കപ്പെട്ടപ്പോൾ ത്വം ഇഹ ആവിരാസി അങ്ങ് അവിടെ പ്രത്യക്ഷീഭവിച്ചു. ശ്ലോകാർത്ഥം. ഹേ ഭഗവാനെ, അങ്ങയിൽ നിന്ന് അമൃത് അപഹരിച്ചതിന് തക്ക ഫലത്തെ ശത്രുക്കൾക്ക് കൊടുത്ത് അങ്ങ് പോയപ്പോൾ ആ അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്യുകയുണ്ടായല്ലോ. പിന്നെയുണ്ടായ ഘോരയുദ്ധത്തിൽ ബലി എന്ന ദൈത്യന്റെ മായാപ്രയോഗങ്ങൾ കൊണ്ട് വ്യാമോഹിതരായപ്പോൾ ദേവന്മാർ
വ്യാമോഹിതരായപ്പോൾ അവിടുന്ന് അവിടെ പ്രത്യക്ഷീഭവിച്ചു. ശ്ലോകം 7. ത്വം കാലനേമി മഥമാലിമുഖാൻ ജഗന്ധ ശക്രോ ജഘാനബലിജംഭവലാൻ സപാകാൻ ശുഷ്കാർദ്രദുഷ്കരവധേന മുചൗ ചലൂനേ ഫേനേന നാരദഗിര ഞരുണോരണം തം. ഒരിക്കൽ കൂടി. ത്വം കാലനേമി മഥമാലിമുഖാൻ ജഗന്ധ ശക്രോ ജഘാനബലിജംഭവലാൻ സപാകാൻ ശുഷ്കാർദ്രദുഷ്കരവധേന മുചൗ ചലൂനേ ഫേനേന നാരദഗിരാന്യരുണോരണം തം. ത്വം അങ്ങ്, കാലനേമി അഥ മാലിമുഖാൻ പിന്നെ കാലനേമിയെയും മാലിമുഖനെയും ജഘത സംഹരിച്ചു, അവരെ വധിച്ചു. ശക്രോ ജഘാന ബലി ജംബൻ വലൻ സപാകാൻ ഇന്ദ്രൻ ബലി ജംബൻ വലൻ പാകാൻ എന്നിവരെയും വധിച്ചു. ശുഷ്കാർദ്ര ദുഷ്കരവധേ ശുഷ്കവും ആർദ്രവുമായ വസ്തുക്കളെ കൊണ്ട് വധിക്കാൻ ദുഷ്കരനായ നമുജൗ ചലൂനെ നമുജൻ എന്ന അസുരനെ നശിപ്പിച്ചു. ഫേനേന വെള്ളത്തിലെ നുരക്കട്ട കൊണ്ട് നാരദ ഗിര നിരുണോരണം തം നാരദ ഋഷിയുടെ വാക്കിനാൽ ആ യുദ്ധത്തെ തടഞ്ഞു. ശ്ലോകാർത്ഥം. പിന്നെ അങ്ങ് കാലനേമിയെയും മാലിമുഖനെയും വധിച്ചു. ബലി ജംബൻ വലൻ പാകൻ എന്നിവരെയും പിന്നെ ഉണങ്ങിയതും നനഞ്ഞതുമായ വസ്തു കൊണ്ടൊന്നും വധിക്കാൻ സാധിക്കാത്ത അവയാൽ വധം ദുഷ്കരനായ നമുജി എന്ന അസുരനെ വെള്ളത്തിലെ നുരക്കട്ട കൊണ്ടും ഇന്ദ്രൻ സംഹരിച്ചു. പിന്നീട് നാരദ ഋഷി വന്നു പറഞ്ഞ പ്രകാരം അങ്ങ് ആ യുദ്ധത്തെ നിരോധിക്കുകയും ചെയ്തു. ശ്ലോകം 8. യോഷാവബുർദനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകനകുതൂഹലവാൻ മഹേശഃ ഭൂതൈ സമം ഗിരിജയാ ജഗദപദം തേ സ്തുത്വാ ബ്രവീദഭിമദം ത്വമധോതിരോധാഃ. ഒരിക്കൽ കൂടി. യോഷാവബുർദനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകനകുതൂഹലവാൻ മഹേശഃ ഭൂതൈ സമം ഗിരിജയാ ജഗദപദം തേ സ്തുത്വാ ബ്രവീദ് അഭിമദം ത്വമധോതിരോധാഃ. യോഷാവഭുർ ആ സ്ത്രീരൂപം, അതായത് ഭഗവാന്റെ മോഹിനി രൂപം. ധനുജ മോഹനം ധനുജന്മാരെ മോഹിപ്പിച്ച. ആഹിതം ധരിക്കപ്പെട്ട. തേ അങ്ങയുടെ. ശ്രുത്വാ കേട്ടിട്ട്. വിലോകന കുതൂഹലവാൻ കാണാൻ കൗതുകമുള്ളവനായി. മഹേശ മഹേശ്വരൻ ശ്രീ പരമേശ്വരൻ. ഭൂതൈ സമം ഗിരിജയാ ച ഭൂതഗണങ്ങളോടും പാർവതീദേവിയോടും കൂടി. ഗതപദം തേ അവിടത്തെ സ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. സ്തുത്വാ അബ്രവീദ് അഭിമതം അങ്ങയെ സ്തുതിച്ച് ആഗ്രഹം പറഞ്ഞു. ത്വം അധോ തിരോധഃ അനന്തരം അവിടുന്ന് തിരോധാനം ചെയ്തു. ശ്ലോകാർത്ഥം. അസുരന്മാരെയെല്ലാം മോഹിപ്പിക്കുന്ന ചമൽക്കാരമായ അങ്ങയുടെ സ്ത്രീഭാവ മോഹന രൂപധാരണത്തെ കുറിച്ച് കേട്ടിട്ട്
ശ്രീ പരമശിവൻ അതൊന്ന് നന്നായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഭൂതഗണങ്ങളോടും ശ്രീ പാർവതീദേവിയോടുമൊത്ത് അവിടെ അങ്ങയുടെ ആസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് വന്നു. എന്നിട്ട് അങ്ങയെ സ്തുതിച്ച് ആഗ്രഹം അറിയിച്ചു. അവിടുന്ന് അപ്പോൾ ഉടനെ തന്നെ തിരോധാനം ചെയ്തു. ശ്ലോകം 9. ആരാമസീമനി ച കന്ദുകഘാതലീലാ ലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വിഗളദ്വസനാം മനോഭൂ വേഗാദനങ്കരിപുരംഗസമാലിലിംഗ. ഒരിക്കൽ കൂടി. ആരാമസീമനി ച കന്ദുകഘാതലീലാ ലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വിഗളദ്വസനാം മനോഭൂവേഗാദനങ്കരിപുർ അംഗസമാലിലിംഗ. ആരാമ സീമനിച്ച. അപ്പോൾ ആരാമ പ്രദേശത്താകട്ടെ കന്തുക ഘാതലീല പന്തടിക്കുന്ന ലീലയിൽ ലോലായ മാനനയനാം മുഴുകിക്കൊണ്ട് ഇളകിക്കളിക്കുന്ന കണ്ണുകൾ എറിയുന്നവളും കമനീം മനോജ്ഞാം അതി മനോജ്ഞയും കമനീയുമായ ത്വാം ഏഷ വീക്ഷ്യ അങ്ങയെ തന്നെ ദർശിച്ച് വികളത് വസനാം ഉടുപുടവ മെല്ലെ അഴിഞ്ഞ വിധത്തിൽ മനോഭൂവേഗാത് കാമാവേശം കൊണ്ട് അനങ്കരിപു കാമവൈരിയായ അംഘ ഹേ അംഘ ഭഗവാനെ സമാലിലിംഗ സമാലിംഗനം ചെയ്തു. വേഗത്തിൽ ഗാഠമായി ആലിംഗനം ചെയ്തു. ശ്ലോകാർത്ഥം. ആരാമത്തിനുള്ളിൽ പന്തടിക്കുന്ന ലീലയിൽ മുഴുകി ഇളകിക്കളിക്കുന്ന നയനങ്ങളോടും ഉടുപുടവ കിഴിഞ്ഞ് കാമിനിയും മനോജ്ഞയുമായ അങ്ങയുടെ ആ മോഹിനി രൂപം കണ്ടിട്ട് ഹേ ഭഗവാനെ കാമദേവന്റെ ശത്രുവായ ആ പരമശിവൻ കാമാവേശത്താൽ അങ്ങയെ സമാലിംഗനം ചെയ്തു. അന്തർദാനം ചെയ്ത വിഷ്ണു ഭഗവാൻ പിന്നെ ദൈത്യന്മാരെ മോഹിപ്പിച്ച ആ മനോജ്ഞ മോഹിനി രൂപം വീണ്ടും ധരിച്ച് ഉദ്യാനത്തിൽ പന്തടിച്ച് രമിക്കുന്നതായാണ് പരമശിവൻ കണ്ടത്. പന്തിനെ പിന്തുടർന്ന് മേലോട്ടും കീഴോട്ടും ഇരുവശങ്ങളിലേക്കുമൊക്കെ കണ്ണുകളയച്ച് കളിയിലെ ആവേശത്താൽ ഉടുപുടവ കിഴിഞ്ഞുപോയ ആ മനോജ്ഞ രൂപം ദർശിച്ച കാമവൈരിയായ ശ്രീ പരമേശ്വരൻ പോലും കാമാവേശിതനായി. പിന്നെയുണ്ടോ ദൈത്യന്മാരുടെ കഥ പറയാൻ. ആ പരമശിവൻ പരിസരം മറന്ന് പാർവതീദേവിക്ക് മുമ്പിൽ വെച്ച് തന്നെ ആ മോഹനാംഗിയെ ഗാഠമായി ആലിംഗനം ചെയ്തു. ശ്ലോകം 10. ഭൂയോപി വിദ്രുതവതീമുപധാവ്യദേവോ വീര്യപ്രമോക്ഷ വികസത്പരമാർത്ഥബോധഃ ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവവാദ നികേതനാഥ. ഒരിക്കൽ കൂടി. ഭൂയോപി വിദ്രുതവതീമുപധാവ്യദേവോ വീര്യപ്രമോക്ഷ വികസത്പരമാർത്ഥബോധഃ ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവവാദ നികേതനാഥ. സ്വാമിയേ ശരണമയ്യപ്പ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.
ഭൂയോബി, ഭൂയ പ്ലസ് അഭി. പിന്നെ വീണ്ടും വിദ്രുതവതി, ഓടിപ്പോകുന്നവളായ ആ മോഹിനിയെ. ഉപദ്രാവ്യദേവോ, പിന്തുടർന്ന് പരമേശ്വരൻ, അനുധാവനം ചെയ്ത ശ്രീ പരമേശ്വരൻ. വീര്യപ്രമോഷ വികസത്, വീര്യത്തെ അതായത് തേജസ്സിനെ സ്ഖലിക്കയാൽ വികസിതമായ. പരമാർത്ഥബോധ, പരമാർത്ഥജ്ഞാനമുദിച്ച്. ത്വന്മാനിത, ഭഗവാനാൽ ശ്രീ മഹാവിഷ്ണുവിനാൽ ബഹുമാനിക്കപ്പെട്ടവനായി. തവ മഹത്വം, അങ്ങയുടെ മഹത്വത്തെ, ഭഗവാന്റെ മഹത്വത്തെ. ഉവാചദേവിയെ, ശ്രീ പാർവതീദേവിയോട് പറഞ്ഞു. തത്താദൃശ, അപ്രകാരമുള്ള. ത്വം, അവ, അങ്ങ് രക്ഷിക്കേണമേ. അവ എന്ന് പറഞ്ഞാൽ രക്ഷിക്കേണമേ. വാദ നികേതനാഥ, ഹേ ഗുരുവായൂരപ്പ. ശ്ലോകാർത്ഥം. ആലിംഗനത്തിൽ നിന്ന് വിട്ട് വീണ്ടും ഓടിപ്പോകുന്നവളായ ആ മനോജ്ഞ മോഹിനിയെ അനുധാവനം ചെയ്ത് ദേവനായ ശ്രീ പരമേശ്വരൻ തന്റെ രേതസ് സ്ഖലിക്കയാൽ വികാരം അടങ്ങി പരമാർത്ഥ ജ്ഞാനമുണ്ടായവനായി തീർന്നു. ഹേ ഭഗവാനെ, അങ്ങയാൽ ബഹുമാനിതനായ പരമശിവൻ അങ്ങയുടെ മഹത്വത്തെ ശ്രീ പാർവതീദേവിയോട് പറഞ്ഞു. അല്ലയോ ഭഗവാനെ, ഇപ്രകാരമൊക്കെയുള്ള ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് രക്ഷിക്കേണമേ. ഇങ്ങനെ ഈ മോഹിനി രൂപത്തിൽ ശ്രീ പരമശിവന് ഭൂജാതനായതാണത്രേ ശ്രീ ധർമ്മശാസ്താവ്. ഈ കഥകൾ നമ്മൾ മറ്റു ഭാഗങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ട്. ഹര ഹര മഹാദേവ. ശ്രീ ഗുരുവായൂരപ്പ ധർമ്മശാസ്താവേ ശരണം.